പൂരമെന്നാൽ ദൃശ്യങ്ങളുടെ അല്ലെങ്കിൽ ശബ്ദങ്ങളുടെ ഘോഷമാണ്, ആഘോഷമാണ്, ആനന്ദമാണ്. അതൊരു സമുദ്രമാണ്, അതത്രയേറെ അഗാധതയുള്ളതാണ്. ആഴത്തിൽ നമ്മുടെ വീണ്ടും രൂപങ്ങളിലേക്ക് പരമേശ്വരൻ അർദ്ധനാരീശ്വര രൂപത്തിൽ ഇതാ തിരുവമ്പാടിയുടെ കുടകളിൽ അർദ്ധനാരീശ്വര സങ്കല്പമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പരമേശ്വരൻ ഇതാ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ തിരുവമ്പാടി. അങ്ങനെ അമ്പലത്തിലാണ് ദിവിഷേ ഇരട്ടയപ്പന്റെ പ്രതിഷ്ഠയുള്ളത്. ഇരട്ടയപ്പൻ എന്ന് പറയുന്നത് ഏറ്റവും അത് ഈ കാണുന്ന വിധത്തിലുള്ള ഒരു ഇരട്ടയപ്പനപ്പുറത്ത് ആദിമധ്യാന്തങ്ങളില്ലാതെ എങ്ങും നിറയുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായി ഇരട്ടയപ്പൻ മാറുന്നുണ്ട്. ആ അർദ്ധനാരീശ്വരനെ കാത്ത് ആ അർദ്ധനാരീശ്വരന്റെ ചിത്രമുയർത്തുന്നു ഇവിടെ ഈ വടക്കുന്നാഥന് മുന്നിൽ തിരുവമ്പാടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാനുള്ളത്, വടക്കുന്നാഥനിൽ പ്രതിഷ്ഠ 3 ഒന്ന് നെയ്മലയ്ക്കുള്ളിലിരിക്കുന്ന പരമശിവൻ, മറ്റൊന്ന് ശങ്കരനാരായണമൂർത്തിയാണ്. അതൊരു പക്ഷേ കേരളത്തിന് പുറത്ത് അത്രയൊന്നും ഇല്ലാത്ത ഒരു സങ്കല്പമാണ് ശങ്കരനാരായണമൂർത്തി. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും കലരുന്ന ഒന്നാണ്. അടുത്തത് ശ്രീരാമനാണ്. പക്ഷേ ആ ശങ്കരനാരായണമൂർത്തിയുടെ മറ്റൊരു സങ്കല്പത്തിലേക്ക് പരിവർത്തിപ്പിക്കാവുന്ന ഒന്നാം കൂടിയാണ് ഇരട്ടയപ്പൻ. ദേവനും ദേവിയും നീയേ, തന്തയും നീയേ, തായും നീയേ, അമ്മയപ്പ എന്ന് ശ്രീകണ്ഠേശ്വരത്തപ്പനെ തിരുവനന്തപുരത്തുകാർ വിളിക്കുന്നത് പോലെ അമ്മയപ്പനാണ്. വീണ്ടും ശിവരൂപത്തിൽ നിന്ന് ശക്തി സ്വരൂപത്തിൽ നിന്ന് ഇതാ വീണ്ടും കുടമാറ്റത്തിലേക്ക് കുടകൾ വീണ്ടും മേലോട്ടുയരുന്നു. രൂപങ്ങൾ, പല ഭാവങ്ങൾ, ഓരോന്നായി ഇതെല്ലാം ടീസറുകളാണ്. വരാനിരിക്കുന്ന വർണ്ണാഭമായ കാഴ്ചകൾക്ക് മുന്നോടിയായിട്ടുള്ള ടീസറുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഗണേശനെയും ദുർഗയെയും ശക്തി സ്വരൂപത്തെയുമാണ് നമ്മൾ ഇരുവിഭാഗങ്ങളുടെയും കുടകളിൽ കണ്ടതെങ്കിൽ ഇനിയും വീണ്ടും വർണ്ണക്കുടകളെ അവർ അവതരിപ്പിക്കാനതാ വീണ്ടും അടുത്ത കുട ഉയർത്തുന്നു. പച്ചവർണ്ണമാർന്ന കുടകൾ ബ്രൗണിൽ അതിൽ തങ്ക ചിഹ്നങ്ങൾ ചേർത്തുകൊണ്ട് ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. മറുപടി അതാ മയിലിനെ ആലേഖനം ചെയ്ത അതിമനോഹരമായ പാറമേക്കാവ്. ഒരുപക്ഷെ ഗണപതിക്ക് പിന്നാലെ സുബ്രഹ്മണ്യനെയും കൊണ്ടുവരിക. പാറമേക്കാവ് മയിൽ വാഹനന് വേണ്ടി ഇതാ മയിൽ ഇവിടെ മയിൽപീലിയുടെ അസുലഭമായ സൗന്ദര്യം അത് മറ്റൊന്നിനും പ്രതീക്ഷിക്കാനാവുന്നത്. പഴനി ആണ്ടവനുള്ള സമർപ്പണമായി കൂടി പാറമേക്കാവിന്റെ ഈ കുട മാറുകയാണ്. അങ്ങനെ മയിൽ ചിത്രത്തെ ആലേഖനം ചെയ്ത അതിമനോഹരമായ കുടകളെ അണിനിരത്തിക്കൊണ്ടാണ് പാറമേക്കാവ്. ഇതുവരെ നമ്മൾ രൂപഭാവങ്ങളിൽ കണ്ടത് ഗണപതിയെ 2 രൂപങ്ങളിൽ കണ്ടു, ശക്തിയും ശിവനെയും സ്വരൂപത്തിൽ നമ്മൾ കണ്ടു, ദുർഗയെ കണ്ടു. ഇനി ഏതൊക്കെ രൂപങ്ങളാണ്, ഏതൊക്കെ ഭാവങ്ങളാണ്, ഏതൊക്കെ ദേവീ ദേവതാ സങ്കല്പങ്ങളാണ് നമ്മുടെ മുന്നിൽ ഈ ഗജകേസരികൾക്ക് മുന്നിലേക്ക് അവരുടെ മസ്തകത്തിന് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പൊങ്ങാൻ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയത് ഓരോ നിമിഷവും, ഇനിയുള്ള ഓരോ നിമിഷവും സെക്കൻഡുകൾ മാത്രമാണ് ഒരു കുട. എത്ര നാളത്തെ മധുര, എത്ര നാളത്തെ ജോലിയാണ്, എത്ര നാളത്തെ അധ്വാനമാണ്. പക്ഷേ ഒരു വർഷത്തിന്റെ പച്ചക്കുടകളുമായി തിരുവമ്പാടി, ഒരിക്കൽ കൂടി പച്ചക്കുടകളുമായി തിരുവമ്പാടി. പച്ചക്കുടയിൽ മനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ട് അതാ സെൽഫി എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഈ പുരുഷാരത്തിനെ സാക്ഷിയാക്കി പശ്ചാത്തലമാക്കിക്കൊണ്ട് സെൽഫി എടുക്കുന്ന ചെറുപ്പക്കാരൻ. അങ്ങനെ എല്ലാവരും ഈ പൂരത്തെ തങ്ങളുടെ ഓർമ്മകളിലേക്ക്, തങ്ങളുടെ റീൽസിലേക്കും തങ്ങളുടെ സ്റ്റാറ്റസിലേക്കും ഒക്കെ പരിവർത്തനം ചെയ്യാൻ വേണ്ടി മനോഹരമായ ചിത്രങ്ങൾ എടുക്കുന്ന തിരക്കിലാണ്. ഒപ്പം കാണാൻ മറന്നു പോകരുതേ, നിങ്ങൾ മൊബൈലിലേക്ക് ചുരുങ്ങുമ്പോൾ നിങ്ങളുടെ നേത്രങ്ങൾ കൊണ്ട് ഈ അനന്തമായ കാഴ്ചയെ കാണാൻ മറന്നു പോകരുതേ എന്നൊരു അപേക്ഷ മാത്രമാണ്. കാരണം അത് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. അനുഭവത്തിന്റെ മറ്റൊരു കടലാണ് ദിവിഷേത്. ആ ചെറുപ്പക്കാരനും അറിയാം ഈ ആൾക്കടലിൽ ഞാനൊരു തുള്ളി മാത്രം. പക്ഷേ അപ്പോഴും ഈ ആൾക്കടലിൽ ഒരു തുള്ളിയായി അവശേഷിക്കുമ്പോഴും എനിക്ക് ചുറ്റും എൻ്റെ ഉള്ളിൽ മറ്റൊരു കടലുണ്ട്. ആ കടലിനെ നിറയ്ക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. പക്ഷേ അതിനപ്പുറത്ത് ദേവസംഗമത്തിന്റെ അസുലഭമായ മറ്റൊരവസ്ഥയിലേക്ക് ഇതാ പുതിയ കുടകളുമായി വീണ്ടും ചുവപ്പ് നിറത്തിൽ സ്വർണ്ണ അലങ്കാരപ്പണികളോടുകൂടിയുള്ള കുടകൾ ഉയർത്തിക്കൊണ്ടാണ് തിരുവമ്പാടി മുന്നോട്ട് പോകുന്നത്. ഇനി ഏതൊക്കെ രൂപങ്ങളാണ് വരാനിരിക്കുന്നത്? പിന്നാലെയുണ്ട് കുടകളെ നമുക്ക് കാണാം. പല വർണ്ണത്തിലുള്ള കുടകൾ പിന്നാലെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അത് പറയുന്ന നിമിഷം അതിവേഗത്തിൽ മിന്നൽ പോലെ ആകാശത്തേക്ക് ഉയരും. അതിനെ ആ ഗജവീരന്മാരുടെ മുകളിൽ ഇരിപ്പിച്ചിരിക്കുന്ന ചെറുപ്പക്കാർ അതിവേഗത്തിൽ വളരെ തഴക്കത്തോടെ, വളരെ മെയ്വഴക്കത്തോടെ അവർ ആ കുടകളെ സ്വീകരിക്കും, ആകാശത്തേക്ക് ഉയർത്തും. പിന്നാലെ ഇരിക്കുന്നവർ ആലവട്ടവും മെഞ്ചാവരവും വീശി ആവേശത്തിന്റെ തിരയിളക്കം അങ്ങനെ ആഴത്തിൽ ഹൃദയങ്ങളിലേക്ക് പകർത്തിയാണത്. ആലവട്ടവും മെഞ്ചാവരവും വീശി ഓരോ കുട ഉയർത്തുമ്പോഴും
എല്ലാവരും വീണ്ടും അവരുടെ ആലവട്ടവും വെഞ്ചാവരവും വീശുള്ള ആ ഇളക്കങ്ങൾ ഇങ്ങനെ ഈ കാണുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കാണ് അത് പ്രകമ്പനങ്ങളായി പെയ്തിറങ്ങുന്നത്. ഓരോ പൂരവും അനുഭവമാണ്. അടുത്തൊരു വർഷത്തേക്ക് ജീവിതത്തെ ആഘോഷമാക്കാനുള്ള നിങ്ങൾക്കുള്ള ഒരു വലിയ ചവിട്ടുപടിയാണ്. അനുഭവ തരംഗങ്ങളുടെ പുതിയ ആലേഖനം ഇതാ വീണ്ടും തിരുവമ്പാടി.